ജി എസ് ടി എടുത്ത ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത ശേഷം നമ്മൾ എല്ലാ മാസവും ഫയൽ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഫയൽ റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളുടെ അതിന് മുമ്പത്തെ മാസത്തെ ആ ഒരു സെയിൽ ആൻഡ് പർച്ചേസ് ബില്ല്, എത്രമാത്രം പ്രോഡക്റ്റ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു, എത്രമാത്രം നമ്മൾ വിറ്റു എന്നതിന്റെ ആ ഒരു കണക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഫയൽ റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം സെയിലാണോ നടന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ടാക്സ് നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കണം. സെയിൽ ഒന്നും നടന്നിട്ടില്ലെങ്കിലോ നമ്മൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യണം. സെയിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടി ജി എസ് ടി എടുത്തു, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമുക്ക് ജി എസ് ടി ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമുക്ക് ജി എസ് ടി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ജി എസ് ടി ഫയൽ എല്ലാ മാസവും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഫൈൻ വരുന്നതാണ്. അങ്ങനെ ഫൈൻ കൂടി വരുന്നതാണ്. ഏകദേശം 3-4 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ ജി എസ് ടി ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആകുന്നതാണ്. പിന്നീട് നമ്മളുടെ മറ്റൊരു ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് ജി എസ് ടി എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ജി എസ് ടി രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് വരുന്നത്.